ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറിലുള്ളൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കോൺ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം. അതിൻ്റെ സൈഡിൽ നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്രീൻ കളർ പേപ്പർ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമ്മൾ ഗ്രീൻ കളറിലുള്ളത് വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നത് കൊണ്ട് ഗ്യാപ്പൊന്നും അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ കളർ പേപ്പർ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം നമ്മളൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കറക്റ്റൊരു കോൺ ഷേപ്പിലാക്കി കൊടുക്കുക. ഇനി അതിന് മുകൾ ഭാഗം നമുക്ക് കുറച്ച് ഒരു ഹോൾ വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കതിനുള്ളിലേക്ക് സ്റ്റാറും ഒക്കെ ഇറക്കി വയ്ക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇത് മാർക്കറ്റിലൊക്കെ കിട്ടും. ഈ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ഷോപ്പിലൊക്കെ ഇത് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് ആ ഹോളിനുള്ളിലേക്ക് കുറച്ച് ഇറക്കി വെച്ച് കൊടുക്കാം. അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. കുറച്ച് ഇറുക്കി ചുറ്റി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങി വരും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഇതിൻ്റെ താഴെയായിട്ട് വയ്ക്കാനായിട്ട് ഞാനൊരു സർക്കിൾ ഷേപ്പിൽ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ഗ്ലൂ തേച്ചിട്ട് വച്ചു കൊടുക്കാം. വച്ചതിന് ശേഷം അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അതിൻ്റെ സൈഡൊക്കെ. ഞാനിവിടെ ഒരു ബേസിനകത്താണ് ഇത് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബേസ് കാർഡ്ബോർഡ് ഷീറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാർഡ്ബോർഡിന് ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ചെറിയൊരു സർക്കിൾ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ വെച്ചിട്ടുണ്ട്. അതിവിടെ ഗം വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ചെറിയൊരു സർക്കിൾ കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ചെറിയ സർക്കിളിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ട്രീയുടെ ഭാഗം വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് തെർമോക്കോൾ ബോൾസാണ്. തെർമോക്കോൾ ബോൾസ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാലയുടെ ബീഡ്സൊക്കെ വെച്ചിട്ട്, പഴയ മാലയൊക്കെ വീട്ടിൽ കാണുമല്ലോ, അതിൻ്റെ ബീഡ്സൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. ഇതുപോലെ തെർമോക്കോൾ ബോൾസും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് ബെല്ല്, ഗിഫ്റ്റ് ബോക്സുകൾ ഇതൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ബാക്കി ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ ബെല്ല് സാധാ ത്രെഡ് വെച്ചിട്ട് ഇതിൽ കെട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ ഗിഫ്റ്റ് ബോക്സുകളും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് ബോക്സും ഹാങ്ങിങ് ബോൾസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് ചെയ്തിട്ടുള്ളത് മുകളിൽ വയ്ക്കാനുള്ള സ്റ്റാറാണ്. അപ്പോൾ ഇത് ഞാൻ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്ലിറ്റർ പേപ്പറിൻ്റെ താഴെ അടിഭാഗത്ത് ഗമ്മുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ഈർക്കിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലിറ്റർ പേപ്പറിൽ 2 സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സെൻറ്ററിൽ ഈർക്കിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ഹോളിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം.
ഇനി ഞാൻ ഈ ബേസിൽ വയ്ക്കാനായിട്ട് ഒരു സർക്കിൾ ഷേപ്പിൽ സെയിം ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് താഴെ വച്ചിട്ടുള്ള സർക്കിളും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പകുതി ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്കിത് ഗം തേച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഗം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കണം. പശ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്കതിന് മുകളിലേക്ക് സ്നോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്നോ വീണ പോലെ. ഞാനിവിടെ സ്നോയ്ക്ക് വേണ്ടിയിട്ട് കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ പഞ്ഞിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ പഞ്ഞി ഇതുപോലെ വച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തെർമോക്കോൾ വെച്ചിട്ട് തന്നെ ഇതുപോലെ തെർമോക്കോൾ ചെറുതായിട്ടൊന്ന് പൊടിച്ച് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിൻ്റെ ആ സ്നോയുടെ മുകളിലായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. തെർമോക്കോൾ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സ്നോമാനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്നോമാനെയും ഗിഫ്റ്റ് ബോക്സും ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.